നെക്സ്റ്റ് സെക്ഷൻ 2.2 എലമെന്ററി പ്രോബബിലിറ്റി തിയറി. കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി യൂസ് ചെയ്ത് ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ അൺകണ്ടീഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം അൺകണ്ടീഷണൽ സെക്യൂരിറ്റിയിൽ ഒപ്പോണന്റിന് യൂസ് ചെയ്യാവുന്ന കമ്പ്യൂട്ടേഷണൽ ടൈമിന് ബൗണ്ടൊന്നുമില്ല. സോ നമ്മൾ പ്രോബബിലിറ്റി തിയറി യൂസ് ചെയ്തിട്ടാണ് അൺകണ്ടീഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. നമുക്ക് ആദ്യം പ്രോബബിലിറ്റി തിയറിയിലെ മെയിൻ ഡെഫിനിഷൻസ് റിവ്യൂ ചെയ്ത് നോക്കാം. നിങ്ങൾ ഓൾറെഡി +2 ക്ലാസ്സുകളിൽ പഠിച്ച ഡെഫിനിഷൻസ് തന്നെയാണ്. അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ആദ്യം റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഒരു റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് എക്സും ആ സെറ്റിൽ ഡിഫൈൻഡ് ആയ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമാണ്. റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് സെറ്റ് എക്സിലെ ഒരു വാല്യൂ എക്സ് അറ്റൈൻ ചെയ്യുവാനുള്ള പ്രോബബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നത് PR ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. റാൻഡം വേരിയബിൾ എക്സ് ഫിക്സ്ഡ് ആണെങ്കിൽ സംടൈംസ് ഇതിനെ ഷോർട്ട് ആയിട്ട് PR ഓഫ് എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് PR ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അതായത് നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ PR ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് സമ്മേഷൻ ഓവർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് PR ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഹെഡ്സ് കോമ ടെയിൽസിൽ ഡിഫൈൻഡ് ആയ ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ PR ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു ഹെഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അത് 1/2 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ PR ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു ടെയിൽസ് ഈക്വൽ ടു 1/2. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ് എല്ലാം 0ക്കും 1നും ഇടയിലാണ്. നൗ സമ്മേഷൻ ഓവർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് PR ഓഫ് എക്സ് ഈക്വൽ ടു PR ഓഫ് ഹെഡ്സ് പ്ലസ് PR ഓഫ് ടെയിൽസ് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 കോയിൻസ് ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യുന്നു. റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് 10. ഇവിടെ റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് അറ്റൈൻ ചെയ്യുന്ന വാല്യൂസ് 0, 1, 2. അതായത് നമ്പർ ഓഫ് ഹെഡ്സ് 0 ആവാം, 1 ആവാം, അതല്ലെങ്കിൽ 2 ഹെഡ്സ് കിട്ടാം. സോ സെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് 0, 1, 2. 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് S ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ HH, HT, TH and TT. Now individual probabilities നോക്കാം. PR ഓഫ് വെക്ടർ എക്സ് ഈക്വൽ ടു 0 ഓർ PR ഓഫ് 0 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് 0 ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. ആകെ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, TT. സോ PR ഓഫ് 0 ഈക്വൽ ടു 1/4. Similarly, PR of vector x equal to 1 equal to PR of 1 equal to 2/4 which is equal to 1/2, and PR of vector x equal to 2 or PR of 2 equal to 1/4. So individual probabilities 0ക്കും 1നും ഇടയിലാണ്. Now summation over x belongs to capital X PR of x equal to PR of 0 plus PR of 1 plus PR of 2 which is equal to 1/4 plus 1/2 plus 1/4 which is equal to 1. Now set Xൽ ഡിഫൈൻഡ് ആയ ഒരു റാൻഡം വേരിയബിൾ ആണ് വെക്ടർ എക്സ് എന്ന് വിചാരിക്കുക. സെറ്റ് എക്സിന്റെ ഒരു സബ്സെറ്റ് ഈ കൺസിഡർ ചെയ്യുന്നു. ദെൻ റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് സബ്സെറ്റ് ഇയിലെ വാല്യൂസ് അറ്റൈൻ ചെയ്യുവാനുള്ള പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. PR of x belongs to E equal to summation over x belongs to E PR of x. അതായത് സബ്സെറ്റ് ഇയിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യുക. സബ്സെറ്റ് ഇയെ ചിലപ്പോൾ ഈവന്റ് എന്നും വിളിക്കാറുണ്ട്. തൊട്ട് മുൻപ് പറഞ്ഞ 2 കോയിൻസ് ടോസ് ചെയ്യുന്ന എക്സാമ്പിളിൽ സെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് 0, 1, 2. ടേക്ക് ഈക്വൽ ടു സെറ്റ് 1, 2. ഒരു ഈവന്റ് പോലെ പറയുകയാണെങ്കിൽ
അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ടേൺസ് ഇതുപോലെ എടുക്കാം. Then probability of even E equal to summation over x belongs to E PR of x, which is equal to PR of 1 plus PR of 2, which is equal to 1 by 2 plus 1 by 4, which is equal to 3 by 4. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പെയർ ഓഫ് ഡൈസ് റാൻഡം ആയിട്ട് ത്രോ ചെയ്യുന്ന എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യുന്നു. ഇതിനൊരു റാൻഡം വേരിയബിൾ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാം. റാൻഡം വേരിയബിൾ വെക്ടർ സെറ്റ് ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് സെറ്റിൽ പെയർ ഓഫ് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് അവ ഓഡേഡ് പെയർ 1-1, ഓഡേഡ് പെയർ 1-2, ഓഡേഡ് പെയർ 1-3, എക്സെട്ര, ഓഡേഡ് പെയർ 6-5, ഓഡേഡ് പെയർ 6-6. ഇതുപോലെ 36 മെമ്പേഴ്സ് ആ സെറ്റിലുണ്ട്. ആ സെറ്റിനെ ഷോർട്ടായിട്ട് ക്രോസ് പ്രൊഡക്റ്റിന്റെ ടൈംസിൽ നമുക്ക് ഇതുപോലെ ഡിനോട്ട് ചെയ്യാം. സെറ്റ് ഈക്വൽ ടു set 1 2 3 4 5 6 cross set 1 2 3 4 5 6. ഇതിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ PR of odded pair ij equal to 1 by 36 for all odded pair ij belongs to set. That is PR of odded pair 1-1 equal to 1 by 36, PR of odded pair 1-2 equal to 1 by 36 and so on. ദെൻ രണ്ട് ഡൈസിലും ടേൺ ചെയ്യുന്ന നമ്പേഴ്സിന്റെ സമ്മ് കൺസിഡർ ചെയ്യുക. സമ്മിന്റെ പോസിബിലിറ്റീസ് 2 മുതൽ 12 വരെയുള്ള ഇന്റിജേഴ്സ് ആണ്. ഓരോ പോസിബിൾ സമ്മും ഓരോ ഇവന്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ S4 എന്നുള്ളത് സം 4 കിട്ടുന്ന ഇവന്റിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദെൻ S4 ഉണ്ടാകുക ഓഡേഡ് പെയർസ് 1 3 2 2 and 3 1. Now PR of S4 equal to PR of odded pair 1 3 plus PR of odded pair 2 2 plus PR of odded pair 3 1, which is equal to 1 by 36 plus 1 by 36 plus 1 by 36, which is equal to 3 by 36, that is 1 by 12. General case if Sj denote the event that the sum is j, then PR of S2 equal to PR of odded pair 1-1, which is equal to 1 by 36. PR of S3 equal to PR of odded pair 1-2 plus PR of odded pair 2-1, which is equal to 2 by 36. That is 1 by 18. Similarly, we get PR of S4 equal to 1 by 12. PR of S5 equal to 1 by 9. PR of S6 equal to 5 by 36. PR of S7 equal to 1 by 6. PR of S8 equal to 5 by 36. PR of S9 equal to 1 by 9. PR of S10 equal to 1 by 12. PR of S11 equal to 1 by 18. And PR of S12 equal to 1 by 36. S equal to set S2, S3, etc. S12 എന്ന് ചൂസ് ചെയ്താൽ പെയർ ഓഫ് ഡൈസിൽ ടേൺ ചെയ്യുന്ന നമ്പേഴ്സിന്റെ സമ്മിനെ ഈ സെറ്റിൽ ഡിഫൈൻഡ് ആയ ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചൂസ് ചെയ്യാം. PR of S2 equal to 1 by 36, PR of S3 equal to 1 by 18, etc. PR of S12 equal to 1 by 36. ഇനി നമുക്ക് ജോയിന്റ് ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റീസിന്റെ കോൺസെപ്റ്റ്സ് നോക്കാം. റാൻഡം വേരിയബിൾസ് വെക്ടർ എക്സ് ആൻഡ് വെക്ടർ വൈ റെസ്പെക്റ്റീവ്ലി ഫൈനൈറ്റ് സെറ്റ്സ് എക്സിലും വൈയിലും ഡിഫൈൻഡ് ആയ റാൻഡം വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. Then for x belongs to capital X and y belongs to capital Y, joint probability PR of xy കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് എന്ന വാല്യൂവും റാൻഡം വേരിയബിൾ വെക്ടർ വൈ എന്ന വാല്യൂവും അറ്റൈൻ ചെയ്യുവാനുള്ള പ്രോബബിലിറ്റിയാണ്. രണ്ടും കൂടി ഹാപ്പൻ ചെയ്യുവാനുള്ള പ്രോബബിലിറ്റി. ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി PR of x given y ഡിനോട്ട് ചെയ്യുന്നത് റാൻഡം വേരിയബിൾ വെക്ടർ വൈ എന്ന വാല്യൂ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് എന്ന വാല്യൂ അറ്റൈൻ ചെയ്യുവാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് വെക്ടർ വൈ ഈക്വൽ ടു വൈ. ഇത് ഓൾറെഡി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വെക്ടർ എക്സ് ഈക്വൽ ടു എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി ഫോർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ, പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ആണെങ്കിൽ റാൻഡം വേരിയബിൾസ് വെക്ടർ എക്സും വെക്ടർ വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. ഇനി ജോയിന്റ് ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നോക്കാം. അവ തമ്മിലുള്ള കണക്ഷൻ പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പി ആർ ഓഫ് വൈ. എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്താൽ പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് ഇൻറ്റു പി ആർ ഓഫ് എക്സ് എന്ന് കിട്ടും. ഇതാണ് അവ തമ്മിലുള്ള റിലേഷൻ. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും പി ആർ ഓഫ് വൈ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ പി ആർ ഓഫ് വൈ എന്ന് കിട്ടും. ഇതിൽ ന്യൂമറേറ്ററിലെ പി ആർ ഓഫ് എക്സ് കോമ വൈക്ക് പകരം സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് ഡിവൈഡഡ് ബൈ പി ആർ ഓഫ് വൈ എന്ന് കിട്ടും. ഇതാണ് ബേസ് തിയറത്തിൽ പറയുന്നത്. തിയറം 2.1 ബേസ് തിയറം. ഇഫ് പി ആർ ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0 then പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ഗിവൺ എക്സ് ഡിവൈഡഡ് ബൈ പി ആർ ഓഫ് വൈ. വെക്ടർ എക്സും വെക്ടർ വൈയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ഫോർ എനി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ, പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വെക്ടർ എക്സും വെക്ടർ വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കുക. then പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പി ആർ ഓഫ് വൈ എന്ന ഇക്വേഷൻ ഇതുപോലെയാകും. പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പി ആർ ഓഫ് വൈ, which implies P r of x given y equal to P r of x for any x belongs to capital X and y belongs to capital Y. So random variables vector x ഉം vector y ഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P r of x given y equal to P r of x for all x belongs to capital X and y belongs to capital Y എന്ന് കിട്ടും. തിരിച്ച് for all x belongs to capital X and y belongs to capital Y, പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു പി ആർ ഓഫ് വൈ എന്ന ഇക്വേഷനിൽ പി ആർ ഓഫ് എക്സ് ഗിവൺ വൈക്ക് പകരം പി ആർ ഓഫ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ പി ആർ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ഇൻറ്റു പി ആർ ഓഫ് വൈ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ എന്ന് കിട്ടും. ഇത് റാൻഡം വേരിയബിൾസ് വെക്ടർ എക്സും വെക്ടർ വൈയും ഇൻഡിപെൻഡന്റ് ആവാനുള്ള കണ്ടീഷനാണ്. സോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ, പി ആർ ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു പി ആർ ഓഫ് എക്സ് ആണെങ്കിൽ വെക്ടർ എക്സും വെക്ടർ വൈയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇവയാണ് നെക്സ്റ്റ് കൊറോളറിയിൽ പറയുന്നത്. കൊറോളറി 2.2 വെക്ടർ എക്സ് ആൻഡ് വെക്ടർ വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് if and only if P r of x given y equal to P r of x for all x belongs to capital X and y belongs to capital Y. ഇതിന്റെ പ്രൂഫാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പെയർ ഓഫ് ഡൈസ് റാൻഡം ആയിട്ട് ത്രോ ചെയ്യുന്ന എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യുന്നു. ദെൻ x ഈക്വൽ ടു സെറ്റ് 2 3 4 എക്സെട്ര 12 എന്ന സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആണ്. രണ്ട് ഡൈസിലും ടേൺ ചെയ്യുന്ന നമ്പേഴ്സിന്റെ സമ്മ്. ആ റാൻഡം വേരിയബിളിനെ വെക്ടർ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അവയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ അനദർ റാൻഡം വേരിയബിൾ വെക്ടർ വൈ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. വെക്ടർ വൈ ആകെ രണ്ട് വാല്യൂസ് മാത്രമാണ് അറ്റൈൻ ചെയ്യുക. രണ്ട് ഡൈസിലും ടേൺ ചെയ്യുന്ന നമ്പർ സെയിം ആണെങ്കിൽ, അതായത് ഡബിൾസ് ത്രോ ചെയ്താൽ ഡി എന്ന വാല്യൂവും ഡിഫറെന്റ് ആണെങ്കിൽ എൻ എന്ന വാല്യൂവും. സോ സെറ്റ് വൈ ഈക്വൽ ടു
സെറ്റ് ഡി എൻ. പെയർ ഓഫ് ഡൈസ് റാൻഡം ആയിട്ട് ത്രോ ചെയ്യുമ്പോൾ അവിടെ 36 പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഡബിൾസ് ഓഡേഡ് പെയർ 1 1, ഓഡേഡ് പെയർ 2 2, 3 3, 4 4, 5 5 ആൻഡ് 6 6 ഇവയാണ്. സോ PR of D equal to 6/36 which is equal to 1/6 and PR of N equal to 30/36 which is equal to 5/6. ഇനി നമുക്ക് ചില കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാം. PR of D given 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് വാല്യൂ 4 അറ്റൈൻ ചെയ്തതിന് ശേഷം റാൻഡം വേരിയബിൾ വെക്ടർ വൈ ഡി എന്ന വാല്യൂ അറ്റൈൻ ചെയ്യുവാനുള്ള പ്രോബബിലിറ്റിയാണ്. റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് 4 എന്ന വാല്യൂ അറ്റൈൻ ചെയ്യുവാനുള്ള പോസിബിലിറ്റീസ് ഓഡേഡ് പെയർസ് 1 3, 2 2 ആൻഡ് 3 1. സോ റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു 4 എന്നുള്ളത് ഓൾറെഡി ഗിവൺ ആണെങ്കിൽ സാമ്പിൾ സ്പേസിൽ ആകെ 3 എലമെന്റ്സ് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്യും. ഓഡേഡ് പെയർസ് 1 3, 2 2 ആൻഡ് 3 1. അതിൽ ഡബിൾസ് ആകെ ഒരെണ്ണം മാത്രം, ഓഡേഡ് പെയർ 2 2. സോ PR of D given 4 equal to 1/3. ഇനി PR of 4 given D കണ്ടുപിടിക്കാം. ഇവിടെ റാൻഡം വേരിയബിൾ വെക്ടർ വൈ ഡി എന്ന വാല്യൂ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. സോ സാമ്പിൾ സ്പേസിൽ ഡബിൾസ് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്യും. അവ ഓഡേഡ് പെയർസ് 1 1, 2 2, 3 3, 4 4, 5 5 ആൻഡ് 6 6. ഇതിൽ റാൻഡം വേരിയബിൾ എക്സ് 4 എന്ന വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഓഡേഡ് പെയർ 2 2 മാത്രമാണ്. സോ PR of 4 given D equal to 1/6. ഇവിടെ PR of 4 1/12 ആണെന്നും PR of D 1/6 ആണെന്നും നമുക്കറിയാം. PR of D given 4 into PR of 4 equal to 1/3 into 1/12 which is equal to 1/36. Also PR of 4 given D into PR of D equal to 1/6 into 1/6 which is equal to 1/36. So PR of D given 4 into PR of 4 equal to PR of D into PR of 4 given D. Thus ബേസ് തിയറം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.